ഇച്ചേനിത് എന്നെ പണിയായി കാണിക്കുന്നേ? വരാൻ വൈകുമെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ എന്നതാ കുഴപ്പം? വെറുതെ മനുഷ്യരെ തീ തിരിക്കാൻ നടക്കുന്നു. അതിന് മാത്രം സമയമൊന്നും ആയില്ലല്ലോ ഗ്ലാഡിസേ. മണി 8 കഴിഞ്ഞല്ലേ ഉള്ളൂ. സാധാരണ 10 മണി കഴിഞ്ഞല്ലേ ഞാൻ വരാറ്. സാധാരണ പോലാണോ ഇപ്പോ? എന്നതേലും ഒരു കാരണം ഉണ്ടാക്കി ഇച്ചായനെ പൊക്കാൻ പോലീസുകാർ തക്കം പറത്ത് നടക്കുമല്ലയോ? പോയതാണേ പാറമടയിലേക്കും. പോയത് നന്നായി ഗ്ലാഡിസേ. പോലീസിന്റെ തല്ല് കുറച്ച് കൊണ്ടെങ്കിലും വേറൊരു വഴിയിലൂടെ കർത്താവ് നമ്മളെ തുണച്ചേക്കുവാ. എന്നതാ? ഒന്ന് തെളിച്ചു പറഞ്ഞേ. കാര്യങ്ങളൊക്കെ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാ. എന്നെ വെട്ടിച്ച് പാറമട തന്നെ ആ കൊച്ചിനെ മാണിച്ച മുതലാളിക്ക് ചൂണ്ടിക്കൊടുക്കുമായിരുന്നു. ചെന്ന ഉടനെ ഞാൻ അവനെ ഒന്ന് വിരട്ടി. എന്നിട്ടോ വീണ്ടും പോലീസിന്റെ വായി ചെന്നുപെടുന്ന വല്ല പണി ഒപ്പിച്ചേച്ചാണോ വന്നേക്കുന്നേ? നീ പറയുന്നത് കേൾക്ക്. ഞാൻ എന്നതാ മേലും കീഴും ചിന്തിക്കാത്ത വെറും മണ്ടനാന്ന് കരുതിയോ? പാറമടയെ ഞാൻ അപ്പം വിരട്ടിയില്ലെങ്കിൽ അത് മാണിച്ച മുതലാളിയെ പേടിച്ചിട്ടാന്ന് വരും. അത് ഒഴിവാക്കാൻ ഒരു നമ്പർ ഇട്ടതാ. അത് ഏറ്റു. മുതലാളിയുമായി കോംപ്രമൈസിൽ എത്തിയിട്ടാണ് ഞാനീ വരുന്നേ. അതൊന്നുമല്ല എനിക്കറിയണ്ടേ. ആ കൊച്ചിനെ വിട്ടുകിട്ടണേൽ അമ്മച്ചിയുടെ തറവാട് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞില്ലയോ? അതെന്നതായി? അത് തന്നെയാടി പറഞ്ഞു വരുന്നേ. അതിനിടെ തോക്കി കയറി വെടിവെച്ചാലോ? അമ്മച്ചിയുടെ കാലശേഷം അല്ലാതെ നാദിറയ്ക്ക് തറവാട് ആർക്കും കൈമാറാൻ പറ്റത്തില്ല. ഇച്ചായന്റെ മുതലാളിക്കാണെങ്കിൽ അത് തന്നെ വേണം താനും. അപ്പൊ പിന്നെ ആ പ്രശ്നം എങ്ങനെ തീർത്തെന്ന് പറ. മാണിച്ച മുതലാളിക്ക് തറവാട് അമ്മച്ചിയുടെ കാലശേഷം കിട്ടിയാലും മതി. പക്ഷേ അന്നത് കൊടുക്കാമെന്ന് നാദിറ ഇപ്പം എഗ്രിമെൻ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കൊച്ചിനെ ഉടനെ വിട്ടുകൊടുക്കും. 30 ലക്ഷം രൂപ അഡ്വാൻസും കൊടുക്കും. അതെന്നതാ 30 ലക്ഷത്തിന്റെ കണക്ക്? അതങ്ങനെ 1 കോടിയിലധികം വില മതിക്കുന്ന തറവാടിന് മാണിച്ച മുതലാളി കണ്ടേക്കുന്ന വില 60 ലക്ഷമാ. അതിന്റെ പാതിയാ എഗ്രിമെന്റ് ചെയ്യുന്ന ഡേറ്റിൽ കൊടുക്കാമെന്ന് പറഞ്ഞേക്കുന്നത്. എന്റെ കർത്താവേ, ആ കൊച്ചിനു വേണ്ടി 40 ലക്ഷം രൂപ നഷ്ടപ്പെടുത്താൻ പോവാണോ? നമുക്കൊരു നഷ്ടവുമില്ല ഗ്ലാഡിസേ. ഫോറിൻ കമ്പനിക്ക് തറവാട് കൈമാറിയാൽ കിട്ടുന്ന ലാഭത്തിന്റെ പാതി തരാമെന്ന് മുതലാളി സമ്മതിച്ചേക്കുവാ. ഓഹോ, അത്രയൊന്നും കിട്ടിയില്ലേലും തെറ്റില്ലാത്തൊരു സംഖ്യ ആ വകയിൽ നമുക്ക് കിട്ടും. പിന്നെ നാദിറയ്ക്ക് കാശിന് വിലയില്ലാത്തതുകൊണ്ടാണല്ലോ ഈ അഹമ്മദിയൊക്കെ ചെയ്തു വെച്ചേക്കുന്നേ. അപ്പോൾ കത്തുന്ന വീട്ടിൽ നിന്ന് വലിക്കുന്ന കഴുക്കോല് ലാഭം എന്ന് പറഞ്ഞ കൂട്ട് നാദിറയ്ക്ക് കൊച്ചിനെ മാത്രം നൽകി അഡ്വാൻസ് തുക ഞാനിങ്ങ് അടിച്ചു മാറ്റും. അയ്യോ, അത്രയൊക്കെ വേണോ ഇച്ചായ? നാദിറയല്ലയോ ഇച്ചായനെ പോലീസിനെ പിടിന്ന് രക്ഷപ്പെടുത്തിയത്? ഓ, അത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ആ കൊച്ചിനെ രക്ഷിക്കാൻ നാദിറയ്ക്ക് സഹായത്തിനൊരാളെ വേണമായിരുന്നു. അതിനായി എന്നെ ജാമ്യത്തിലെടുത്തത്. ഏയ്, അതൊന്നും അല്ല ഇച്ചായ. അല്ലെങ്കിൽ അല്ല. എന്നതായാലും ആ പെങ്കൊച്ചിനെയും തള്ളയും JD ഏൽപ്പിക്കാൻ നാദിറ ശബ്ദം എടുത്തേക്കുവാന്നല്ലോ. അവൾ അത് പുണ്യത്തിനാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അവളെ സഹായിക്കുന്നത് പണത്തിനാ. അപ്പോൾ പിന്നെ തറവാടിൻ്റെ പേരിൽ കിട്ടുന്ന അഡ്വാൻസ് നമ്മൾ കൈപ്പറ്റുന്നതിൽ ഒരു തെറ്റുമില്ല. എന്തേ, ഉണ്ടോടി? ഏയ്, അങ്ങനെയാണെങ്കിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ നാളെ കാലത്ത് ഞാൻ നാദിരയുടെ അടുത്ത് പോകും. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടേണ്ട ദിവസവും നാളെയാ. അത് കഴിഞ്ഞ് നാദിരയുടെ തീരുമാനവുമായി നേരെ പാറമടയിലോട്ട് പോകും. പറ്റുമെങ്കിൽ അതിനടുത്ത ദിവസം തന്നെ ഇടപാട് തീർത്ത് കാശ് കയ്യിലാക്കണം ഗ്ലാഡിസ്. ഇത്ര ചെറുപ്പത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി ഓടിത്തളരാനാണല്ലോ മോളെ നിന്റെ വിധി. എന്നാ നിനക്ക് ഇനിയൊരു വിശ്രമം. എൻ്റെ കണ്ണടയും മുമ്പ് നീ ഒന്ന് സന്തോഷിച്ച് കാണാനുള്ള ഭാഗ്യം അമ്മാമ്മയ്ക്കുണ്ടാവുമോ? അമ്മാമ്മ ഇങ്ങനൊന്നും പറയല്ലേ. എനിക്കിപ്പോൾ ഒരു സന്തോഷക്കുറവില്ല. എൻ്റെ മനസ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടല്ലേ അമ്മാമ്മേ ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. അല്ലാതെ ആരെങ്കിലും ബോധ്യപ്പെടുത്താനോ സ്വയം പീഡിപ്പിക്കാനോ ഒന്നുമല്ല. ഒക്കെ ഒരു കരക്കടുപ്പിച്ച് ഒരു ദിവസം ഞാൻ വരും. അപ്പോഴേ അമ്മാമ്മയ്ക്ക് എൻ്റെ സന്തോഷം കാണാൻ പറ്റുള്ളൂ. അതെപ്പോഴാണ് അമ്മാമ്മ ചോദിക്കുന്നേ? കർത്താവ് വിളിക്കുന്ന സമയവും കാത്ത് കഴിയായി അമ്മാമ്മ, അത് മറക്കണ്ട. ഇല്ല, അത്ര പെട്ടെന്നൊന്നും ഞാൻ എൻ്റെ അമ്മാമ്മയെ കർത്താവിന് വിട്ടുകൊടുക്കില്ല. അമ്മാമ്മ ആഗ്രഹിച്ചതുപോലെ കുറച്ച് നാളത്തേക്കെങ്കിലും നമുക്കവിടെ ഒരുമിച്ച് ജീവിക്കണം. എന്നിട്ടേ ഞാനത് മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കുള്ളൂ. വിട്ടുകൊടുക്കാനോ? ആർക്ക്?
അത് ഞാൻ ഉദ്ദേശിച്ചത് മറ്റാർക്കും അല്ല അമ്മാമ്മേ. ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയാ റോക്കെങ്കിലും താമസിക്കാൻ. അങ്ങനെയാകുമ്പോ തറവാട് പൂട്ടിയിടേണ്ടി വരില്ലല്ലോ. ആ, അവന് താമസിക്കാൻ വിട്ടുകൊടുത്തോ? അല്ലാതെ അവൻ്റെ പേർക്ക് എഴുതി കൊടുക്കൊന്നും വേണ്ട. കയ്യിലൊന്നും ഇല്ലെങ്കിൽ അവൻ പാവത്താനാ, അല്ലെങ്കിലോ ചെകുത്താനാ. തറവാട് കൊടുത്താൽ അവൻ അത് വിറ്റുമുടിക്കും. അതുകൊണ്ടാ അത് ഞാൻ നിനക്ക് തന്നത്. പൂർവികരായിട്ട് കൈമാറി വന്ന സ്വത്താ, കൈവിട്ട് കളയരുത്. ഇവിടുന്ന് പോയാലും നീ ഇങ്ങോട്ട് തന്നെ വരണം. ഇതാണ് നിന്റെ മണ്ണ്. നിന്റെ കുടുംബജീവിതം നമ്മുടെ തറവാട്ടിലായിരിക്കണം മോളെ. അതിൻ്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുപോകേണ്ട ബാധ്യത കൂടി ഇനി നിനക്കുണ്ട്. അതൊരിക്കലും മറക്കാൻ പാടില്ല. നാളെ പെട്ടെന്ന് അമ്മാമ്മയുടെ കണ്ണടഞ്ഞു പോയാലും തറവാടിൻ്റെ പേരിൽ ഒരു തർക്കം വരാതിരിക്കാനാ കാലേ കൂട്ടി ഞാൻ അത് നിന്റെ പേർക്ക് എഴുതി വെച്ചത്. നിന്റെ കയ്യിൽ അത് എന്നും സുരക്ഷിതമായിരിക്കുമെന്ന് അമ്മാമ്മയ്ക്കറിയാം. എനിക്ക് തോന്നുന്നില്ല അമ്മാമ്മേ. സഹതാപം തോന്നി സ്വന്തം ജീവിതം ദാനം ചെയ്ത കുഞ്ഞായത്. അതുപോലെ വല്ലവർക്കും വേണ്ടി തറവാട് കൈവിട്ട് കളയത്തിന് എന്നതാവില്ല ഉറപ്പ്. തൻ്റെ അറം പറ്റുന്ന നാക്കൊണ്ടൊന്നും പറയാതെടോ. ഇനി ഒരിക്കലും എൻ്റെ കൊച്ചുമോൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റത്തില്ല. ജേഡിയുടെ ജീവിതത്തിൽ നേരത്തെ ഒരു അവകാശം ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ മോൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. കോശി തറവാടിന് അങ്ങനെ വളഞ്ഞ വഴിക്കുള്ള അവകാശികളൊന്നുമില്ല. അതെൻ്റെ കൊച്ചുമോൾക്ക് മാത്രമുള്ളതാ. അമ്മാമ്മയെ ഓർത്തെങ്കിലും ഇവളത് കൈവിടത്തില്ല. അമ്മാമ്മയുടെ വിശ്വാസം അമ്മാമ്മയെ രക്ഷിക്കട്ടെ. എനിക്കിപ്പോൾ ഒന്നിലും വിശ്വാസമില്ലാതായിരിക്കുക. എൽദോയ്ക്കിപ്പോ എന്താ വേണ്ടേ? അത്താഴം എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് വന്നിരുന്ന് കഴിച്ചാൽ എൽദോയ്ക്ക് അത് സന്തോഷമാവും. ഇനി എത്ര നാളെങ്കിലും വളർത്തി തരാനാവുമെന്നു പറയാനൊക്കത്തില്ലല്ലോ. ഞാൻ ജേഡിയെ വിളിക്കാം. അമ്മാമ്മയും വാ. എൽദോയ്ക്ക് സന്തോഷാവട്ടെ. നീ എന്നാത്തിനായതോ അവളെ കുറ്റപ്പെടുത്തുന്ന പോലെ ഓരോന്ന് പറയുന്നേ? എൻ്റെ മോളുടെ മനസ്സ് എന്തുമാത്രം നോവുന്നുണ്ടെന്നറിയോ? നോവണം അമ്മാമ്മേ, എന്നാലേ ആ മനസ്സിൽ തിരിച്ചറിവുണ്ടാവൂ. ഒരു കണ്ണ് മങ്ങിയാൽ മറു കണ്ണുകൊണ്ട് കാഴ്ചകൾ കാണാം. രണ്ടും മങ്ങിയാൽ പിന്നെ കൂരിട്ടാണെന്ന് ഇപ്പോഴേ കുഞ്ഞിനെ ഓർമ്മപ്പെടുത്തണം. ഇല്ലെങ്കിൽ എന്താ ആലോചിക്കുന്നേ? ഒരു ജീവിതകാലം മുഴുവൻ ഇരുന്ന് ആലോചിക്കാനുള്ള തലയിൽ വെച്ചെന്ന് നീ തന്നെയല്ലേ? അതിന്റെ പേരില് ഒരുപാടൊന്നും തല പുണ്ണാക്കണ്ട ജേഡി. കുറച്ച് സമയം ജേഡി കൂടെ നിന്നപ്പോഴേക്കും ഗീത വയലൻ മൂഡിൽ നിന്ന് മാറിയില്ലേ? ഇനി മോളെ കൂടെ തിരിച്ചു കിട്ടിയാൽ അവർ നോർമൽ ആയിക്കോളും. പിന്നെ ജേഡിക്ക് എന്താ പ്രയാസം? ഞാൻ ഗീതയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണോ കരുതിയത്? എന്നല്ല, മോളെക്കുറിച്ചായിരിക്കുമെന്ന് എനിക്കറിയാം. അവളെ തിരിച്ചു കിട്ടിയ ഗീത രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. എങ്കിൽ ആ കാര്യം ഇനി പറയണ്ട. ഗീതയുടെ അടുത്ത് കൊണ്ടുപോകാതെയാണ് നീ ജയയെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം മുതൽ എൻ്റെ മോളെ കണ്ടെത്താനുള്ള വഴികൾ എനിക്ക് അന്വേഷിക്കാമായിരുന്നു. ഇതിപ്പോ അവൾ എവിടെയാണെന്ന് പോലും അറിയാതെ വെറുതെയാണെന്ന് ജേഡിക്ക് ഇപ്പം തോന്നാണ്. നാളെ ജയമോള് വന്നാൽ ആദ്യം ചോദിക്കുക അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ എന്ത് ചെയ്തു എന്നായിരിക്കും. എന്ന് വെച്ച് ഞാനിവിടെ ഗീതയും പരിചരിച്ചിരുന്നാൽ എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടുമോ? ഞാൻ അവളുടെ അച്ഛനാണെന്ന് അറിഞ്ഞിട്ട് ഈ നേരം വരെ അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി അത് പോരാ. നാളെ മുതൽ ഞാൻ ജയ അന്വേഷിച്ചിറങ്ങുക. എങ്ങോട്ട്? ഏതു വഴിക്ക് അന്വേഷിക്കാനാ ജെഡിയുടെ തീരുമാനം? ഞാനായിട്ട് അന്വേഷിക്കാനല്ല, അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. പോലീസിന്റെ സഹായം തേടണം. അത് ഇതുവരെ ജയയുടെ കാര്യത്തിൽ ഒരു പരാതി പോലും നൽകാതെ ഇപ്പൊ പെട്ടെന്ന് പോലീസിനെ സമീപിച്ചാല് അത് ജയ സ്വന്തം മകളാണെന്ന് അറിഞ്ഞതിന്റെ ആവേശമായിട്ടല്ലേ അവര് കരുതുള്ളൂ? അവരെന്തും കരുതിക്കോട്ടെ,
ഞാൻ എൻ്റെ മകളുടെ കാര്യത്തിന് സമീപിക്കാൻ പോകുന്നത് വെറും ഒരു CI സുഭാഷിനെ ആവില്ല. ആരുടെ മുമ്പിലും മോചാനിക്കേണ്ടി വന്നിട്ടില്ലാത്ത എനിക്ക് ഇന്നത്തെ എൻ്റെ റൈറ്റേഴ്സ് ക്ലൗട്ട് വെച്ച് സ്വന്തം മകളുടെ കാര്യത്തിന് DGP വരെ സമീപിക്കാം, സ്വാധീനിക്കാം. വേണ്ട ജെഡി, വേണ്ട, അതൊന്നും വേണ്ട. ഒരന്വേഷണം കൂടാതെ നമുക്ക് ജയമോളെ തിരിച്ചു കിട്ടും. അതെങ്ങനെ? നിനക്കറിയോ അവൾ എവിടെയാണ്? എനിക്കെങ്ങനെ അറിയാൻ? അവൾ തിരിച്ചു വരുമെന്നൊന്നും ഉറച്ചു വിശ്വസിച്ച് പോയെന്ന് വെച്ച് ഇങ്ങനൊന്നും ചോദിക്കരുത് ജെഡി. വാ, അത്താഴം റെഡി ആയിട്ടുണ്ട്. ഹലോ, എന്താ മേഡം ഈ രാത്രിയിൽ? അതിനെന്താ മേഡം, എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ. എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി. ആ ശരി മേഡം, ഞാൻ എത്തിക്കോളാം. പിന്നെ JD സാർ എല്ലാ സത്യങ്ങളും അറിഞ്ഞതായി അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിരുന്നു. മേഡത്തിന് സംസാരിക്കാനുള്ളതും ഓഹോ, അങ്ങനെയാണോ? ഇല്ല മേഡം, എന്നിലൂടെ ഒരു കുഞ്ഞും അറിയില്ല. അപ്പോൾ ഞാൻ കാലത്തെ വിളിച്ചിട്ട് വരാം. എവിടെ മീറ്റ് ചെയ്യണമെന്ന് അപ്പോൾ പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ മേഡം, ഗുഡ് നൈറ്റ്. ഓക്കെ അങ്കിൾ. അമ്മാമ്മയുടെ കാലശേഷം വരെ അവർ കാത്തിരിക്കാൻ ഒരുക്കമാണെങ്കിൽ ഏത് എഗ്രിമെന്റിൽ ഒപ്പുവെക്കാനും ഞാൻ ഒരുക്കമാണ്. അങ്കിൾ അത് സമ്മതിച്ചേരെ. ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ടേക്കാമായിരുന്നു എന്നെ അതിൽ നിന്ന് രക്ഷിച്ചത് നീയാ. അപ്പം നിന്നെ സഹായിക്കേണ്ട കടമ എനിക്കുണ്ട്. അതുകൊണ്ട് മാത്രം മോളെ തറവാട് കൈവിട്ടുള്ള ഈ കളിക്ക് ഞാൻ കൂട്ടുവെക്കുന്നേ. എനിക്കതറിയാം അങ്കിൾ. ഞാൻ അമ്മാമ്മയെ ചതിക്കുകയാണ്. എന്നെ മാത്രം വിശ്വസിച്ച് അമ്മാമ്മയുടെ മനസ്സിനെ കൊന്നിട്ടാ ഞാൻ ജയയുടെ ജീവൻ രക്ഷിക്കുന്നത്. എന്നിട്ട് നിനക്ക് എന്നതാ അതുകൊണ്ടൊരു നേട്ടം ഓർക്കുമ്പോഴാണ് അങ്കിളിന് പ്രയാസം. ആ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവന്ന് അതിനെ അതിൻ്റെ തള്ളയും JDക്ക് തിരിച്ചു നൽകാനല്ലയോ നീ ഇതൊക്കെ ചെയ്യുന്നേ? അതിനല്ലയോ കോശി കുടുംബത്തിൻ്റെ പാരമ്പര്യം കാക്കേണ്ട നീ തന്നെ കണ്ടവന് തറവാട് തീരെഴുതി കൊടുക്കുന്നേ? അങ്കിളെ പ്ലീസ്, ഇതൊക്കെ എന്നെ ഓർമ്മിപ്പിച്ച എനിക്ക് ഭ്രാന്ത് പിടിക്കത്തേ ഉള്ളൂ. അമ്മാമ്മ ജീവിച്ചിരിക്കുന്ന കാലം വരെ തറവാടിന് അവര് അവകാശം പറഞ്ഞു വരില്ലെന്ന് ഉറപ്പല്ലേ? അതുറപ്പാ. പക്ഷേ ആരും മോഹിക്കുന്ന തറവാടിന് അവര് കണ്ട വില എന്നാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊന്നും സാരമില്ല അങ്കിൾ. കാശിനു വേണ്ടി മാത്രമല്ല നമ്മൾ ജീവിക്കുന്നതെന്ന് കരുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അവർ തരാമെന്നേറ്റ അഡ്വാൻസ് വാങ്ങി നീ ഉടനെ എവിടെയെങ്കിലും ഒരു വീട് വെക്കണം. ഇല്ലെങ്കിൽ JDM വിട്ട് തറവാടില്ലാതായ എൻ്റെ മോള് പിന്നെ എന്നാ ചെയ്യും? അമ്മാമ്മ ഉള്ളിടത്തോളം കാലം എനിക്കവിടെ താമസിക്കാലോ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അതപ്പം ആലോചിക്കാം. അഡ്വാൻസ് വാങ്ങുന്ന കാശ് പിന്നെ എന്നാ ചെയ്യാനാ മോളുടെ ഉദ്ദേശം? അതൊന്നും ഇപ്പം വേണ്ടെന്ന് അവരോട് പറഞ്ഞേക്ക്. തൽക്കാലം ജയെ വിട്ട് കിട്ടാൻ വേണ്ടി അവരാവശ്യപ്പെട്ട പ്രമാണത്തിന്റെ പകർപ്പ് ഞാൻ നൽകാം. പറയുന്ന എഗ്രിമെന്റിൽ സൈൻ ചെയ്തും കൊടുക്കാം. പണത്തിന്റെ ഇടപാടൊക്കെ തറവാട് അവർ ഏറ്റെടുക്കുന്ന കാലത്ത് മതി. ശരി, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ. ഇനി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. സൈൻ ചെയ്യാനുള്ള എഗ്രിമെന്റ് പേപ്പറുകൾ ഇന്ന് റെഡിയാക്കി വെക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാദിറ നേരിട്ട് എന്ന് കരാറിൽ ഒപ്പുവെച്ച് ജയയെ കൈയോടെ കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിന് പറ്റത്തില്ലെങ്കിൽ എന്നാ വേണമെന്ന് നീ തന്നെ തീരുമാനിച്ച് പറയണം. എഗ്രിമെന്റ് പേപ്പറുകളൊക്കെ അങ്കിളിന്റെ വീട്ടിലെത്തിച്ചാൽ മതി. ഞാൻ അവിടെ വന്ന് സൈൻ ചെയ്തോളാം. മറ്റു കാര്യങ്ങളിലൊന്നും ഞാൻ നേരിട്ടിടപെടില്ല. പിന്നെ ജയ ഇവിടെ എത്തിക്കുന്നത് മനു ആയിരിക്കും. മനുവോ? അതെ, അവനല്ലേ അവളെ ഇവിടുന്ന് കൊണ്ടുപോയത്. അപ്പോ അവൻ തന്നെ തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. പക്ഷേ അവനിതിന് നിൽക്കുവോ?
അതൊക്കെ ഞാൻ സംസാരിച്ചോളാന്നേ. നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് മനു വരുന്നതെന്ന് മനസ്സിലാക്കി കാളിത്തള്ളയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിയ ജയ ആദിവാസികളുടെ ഇടയിൽ ചെന്നുപെടുന്നു. ഊരും പേരും പറയാതെ ഇത്രയും ദിവസം അവൾ അവിടെയായിരുന്നു. ഈ വിവരം എങ്ങനെയോ മണത്തറിഞ്ഞ കാളിത്തള്ള മനുവിനെ അത് അറിയിക്കുന്നു. അവൻ ചെന്ന ആദിവാസികളുടെ ഇടയിൽ നിന്നും ജയ തിരിച്ചു കൊണ്ടുവരുന്നു. ഇതായിരിക്കണം ജയയുടെ തിരിച്ചുവരവിനെക്കുറിച്ച് നാളെ പുറത്തറിയാൻ പോകുന്ന കാര്യങ്ങൾ. ഇങ്ങനെയുള്ളൊരു കഥ പറഞ്ഞ് വിശ്വസിപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലതാ. ഇല്ലെങ്കിൽ എന്നോടും നിന്നോടും പകയുള്ള പോലീസുകാര് നമുക്കെതിരെ എന്നതേലുമൊക്കെ ചിക്കിച്ചകഞ്ഞ് പുറത്തെടുത്തുനിന്ന് വരും.